വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കൊച്ചിയിലെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. അതുപോലെ മലയാളികളുടെ ഇഷ്ടചിത്രം അമരം 4K തിയേറ്ററുകളിൽ എത്തുകയാണ്. CMR ലെക്സാലോജിക് മാസപ്പടി ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് ഒഴിവായിട്ടുണ്ട്. അങ്ങനെ വാർത്തകൾ ഏറെയുണ്ട്. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എങ്ങനെ, അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് വിഷ്ണു സുരേഷ്? ഗുഡ് മോർണിംഗ്. ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് പ്രധാനമായ ഒരു അന്വേഷണ സ്വഭാവമുള്ള വാർത്ത പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 1,30,00,000 രൂപയാണ് ഒരു ഡോക്ടറുടെ പക്കൽ നിന്ന് തട്ടിയെടുത്തത്. അതിൽ 1,03,00,000 6 ലക്ഷം രൂപ തിരികെ പിടിക്കാൻ സൈബർ പോലീസിനായിട്ടുണ്ട്. 3 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CBI വേഷം ധരിച്ച് FIRൽ പ്രതിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ സ്കാമിൽ പ്രതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ വയോധികനിൽ നിന്ന് 81 വയസ്സുണ്ട് അദ്ദേഹത്തിൽ നിന്ന് 1,30,00,000 രൂപ തട്ടിയെടുത്തത്. പിന്നാലെ സൈബർ പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു. മണിക്കൂറുകൾക്കകം സൈബർ പോലീസ് ഇടപെട്ട ഈ 1,06,00,000 രൂപ തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി പണം നഷ്ടമായി എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇതിൽ ആരൊക്കെയാണ് പ്രതികൾ എന്ന് കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പരാതിക്കാരിൽ നിന്നടക്കം ഇന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, മലയാളികൾ കാത്തിരിക്കുന്ന ഒരു റിലീസാണ്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി നായകനായി 34 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത അമരം വീണ്ടും 4K മികവോടുകൂടി റിലീസിനെത്തുകയാണ്. വനിതാ വിനീത തിയേറ്ററിലാണ് റിലീസ് നടക്കുക. 9:00 ആദ്യ ഷോ ഉണ്ടാകുക. വലിയ വിപുലമായ ആഘോഷങ്ങൾ 9:00 തിയേറ്ററുകളിലൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അതൊരു വലിയ ചരിത്രമായി മാറാൻ പോകുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. അന്ന് ആ സിനിമയിൽ അഭിനയിച്ച ആളുകളുടെ മക്കളൊക്കെ ഇന്ന് സിനിമ കാണാൻ എത്തും. പ്രത്യേകിച്ച് അതിൻ്റെ സംവിധായകൻ ഭരതൻ്റെ അടക്കം മകൻ സിദ്ധാർത്ഥത്തും തിരക്കഥാകൃത്തിൻ്റെ ലോഹിദാസിൻ്റെ മകനൊക്കെ സിനിമ കാണാൻ എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പിന്നൊന്ന്, കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. അത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിച്ച CBI അന്വേഷണം പരിഗണിച്ച ബെഞ്ച്, അത് ഇന്നലെ മുസ്താഖിൻ്റെയും അതോടൊപ്പം ഹരിശങ്കർ വി മേനോൻ്റെയും ബെഞ്ചാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ അവർ ഇൻട്രസ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് പറഞ്ഞ് പിന്മാറുകയായിരുന്നു. നേരത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഈ ഹർജി പരിഗണിക്കുന്നു. ഇത് പൊതുതാൽപര്യ ഹർജിയാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ജഡ്ജും ഇൻട്രസ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് പറഞ്ഞ് സമാനമായ രീതിയിൽ ഈ കേസിൽ നിന്ന് പിന്മാറിയിരുന്നു. നവംബർ 18 വീണ്ടും ഹർജി പരിഗണിക്കുക. ആ ഘട്ടത്തിൽ ഇതൊരു പുതിയ ബെഞ്ചായിരിക്കും പരിഗണിക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ എതിർകക്ഷികൾ എല്ലാവരും തന്നെ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ വാദം തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ ഇൻട്രസ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് പറഞ്ഞ് ജഡ്ജിമാർ പിന്മാറുന്ന പശ്ചാത്തലത്തിൽ വാദം നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട മധ്യകേരളത്തിൽ നിന്ന് വാർത്തകൾ. ഒപ്പം മറ്റു ചില കോടതി വാർത്തകൾക്കുണ്ട്. ഹാലിൻ്റെ വാർത്തയുണ്ട്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടോ പിടിയിലായ ആളുകളുടെയൊക്കെ വാർത്ത ഇന്ന് കൊച്ചിയിൽ നിന്നുണ്ടാകും. ടിക്കെ വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മധ്യകേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്താണ് എന്നുള്ള കാര്യമാണ് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.